വെറും ഒരു പിടി ഉപ്പ് കൊണ്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കിടുകിടാ വിറപ്പിച്ച ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന ആളുടെ ആ ഒരു മഹത് വ്യക്തിത്വം അന്തിയിറങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുള്ള ആ ഒരു പുണ്യഭൂമിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാം ആരെ കുറിച്ചാണ്? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപത്തിന്റെ അടുത്താണ്. 1948 ജനുവരി 31 അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഡൽഹിയിലാണ്. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്ന സമയത്ത് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കെടാത്ത ഒരു അഗ്നിനാളം നമുക്കിവിടെ കാണാൻ പറ്റും. ഹേ റാം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഹേ റാം എന്തുകൊണ്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മരണ സമയത്ത് അദ്ദേഹം ഹേ റാം എന്ന് പറഞ്ഞാണ് മരിച്ചതിലെ. അപ്പോൾ ഡൽഹിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, ഡൽഹിയിലേക്കും എല്ലാവർക്കും വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ ഒരു സമയത്ത് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മെയ് ജൂൺ ജൂലൈ വരെയുള്ള സമയങ്ങളിൽ, ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളുമാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇതേപോലെ ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. കഴിവതും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സമ്മർ സമയങ്ങളിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് സമയങ്ങളിൽ വരികയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളുടെ വിഷ്വൽസ് ആണ്. അപ്പോൾ നമ്മളുള്ളത് രാജ്ഘട്ടിലാണ്. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ടയർഡ് ആയിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് അവിടെ? അവിടെ ഓയ്, എന്താണ് പരിപാടി? ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. സെറ്റല്ലേ? ഇതെന്താ ഉണക്കാട്ട മാതിരി? അവിടെ ഫൈറൂസ ചിരിക്ക്. ഫൈറൂസ ചിരി വരുന്നില്ല, എന്ത് ചെയ്യാനാ? അവിടെ ഓയ്, എന്താ പാടി? ഇപ്പൊ ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ അടുത്തത് കാശ്മീർ. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് കശ്മീരിലേക്ക് പോകാനുള്ള പാടിലാണ്. ഏയ് ഇതാ കാണാട കുട്ടീന്. അവിടെ എന്താ പാടി? കൊഞ്ഞോ? സെറ്റല്ലേ? പക്ഷെ എന്നാലും കുഴപ്പമില്ല. നടന്ന് കൊഞ്ഞല്ല, വേറെ കുഴപ്പമില്ല. ചൂടുണ്ടല്ലോ നല്ലോണം. അതായത് ഇപ്പൊ ഡൽഹിക്ക് നോക്കി നല്ല സൺസെറ്റ് ആണ്.